ആദ്യം വടകര മണ്ഡലത്തിലെ വിശേഷങ്ങൾ പരിശോധിക്കാം. കരുത്തരുടെ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ചരിത്രമാണ് വടകര മണ്ഡലത്തിനുള്ളത്. എംപിയും എംഎൽഎയും തമ്മിലുള്ള പോരാട്ടമാണ് നേരത്തെ പ്രവചിച്ചിരുന്നെങ്കിലും ട്വിസ്റ്റിനൊടുവിൽ അത് രണ്ട് എംഎൽഎമാർ തമ്മിലുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. യുവ നേതാവിനെ ഇറക്കിയാണ് എൻഡിഎ നീക്കം. 2019 വട്ടിയൂർക്കാവ് എംഎൽഎ ആയിരിക്കെ പാർട്ടി നിയോഗം ഏറ്റെടുത്താണ് കെ മുരളീധരൻ വടകരയിൽ എത്തുന്നത്. സിപിഎമ്മിന്റെ കരുത്തനായ പി ജയരാജനെ തോൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 84,663 വോട്ടിന് കെ മുരളീധരൻ നിഷ്പ്രയാസം മിഷൻ പൂർത്തീകരിച്ചു. ഇതിന്റെ ബലത്തിൽ ഇത്തവണയും കെ മുരളീധരൻ തന്നെ ഇറങ്ങുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ ട്വിസ്റ്റോടെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. കെ മുരളീധരനെ തൃശൂരിലേക്ക് അയച്ചപ്പോൾ യുവ നേതാവും പാലക്കാട് എംഎൽഎയുമായ ഷാഫി പറമ്പലിനെയാണ് ഇത്തവണ വടകര ദൌത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. 96-ൽ LDFിൽ നിന്ന് മുല്ലപ്പള്ളിയിലൂടെ പിടിച്ചെടുത്ത വടകര മണ്ഡലം നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മൂന്നാം വട്ടവും പാലക്കാട് നിയമസഭാ മണ്ഡലം നിലനിർത്തിയ ഷാഫി പറമ്പലിനെ വടകരയിൽ ഇറക്കിയിരിക്കുന്നത്. കെ ശൈലജയെ നിർത്തി LDF പ്രചാരണത്തിൽ ഒരു പടി മുന്നിലാണ്. കോവിഡ് നിപ്പ കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ സജീവ ഇടപെടൽ ജനപ്രിയ നേതാവ് എന്ന ഐഡന്റിറ്റി കെ ശൈലജയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇത് വോട്ടായി മാറുമെന്നാണ് LDF പ്രതീക്ഷ. CPIM-ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലം കൂടിയാണിത്. 96-ൽ O ഭരതനിലൂടെ നേടിയ മണ്ഡലം 2004 വരെ നിലനിർത്താൻ LDFനായി. എന്നാൽ 2009-ൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് LDF സ്ഥാനാർത്ഥിയുടെ ദൌത്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 80,128 വോട്ടുകളാണ് NDAയുടെ VK സജീവന് ലഭിച്ചത്. ഈ വോട്ട് വിഹിതം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP ഇത്തവണ യുവ നേതാവിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. നിലവിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായ CR പ്രഫുൽ കൃഷ്ണയ്ക്ക് വടകരയിൽ ഇത് കന്നി അംഗമാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കണ്ണൂരിലെ കൂത്തുപറമ്പ്, തലശ്ശേരി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. 7-ൽ 6 LDFും വടകരയിൽ UDF പിന്തുണയോടെ RMPI നേതാവ് KK രമയുമാണ് MLA. തീപാറും പോരാട്ടം ലക്ഷ്യമിട്ട് കരുത്തരെയാണ് മണ്ഡലത്തിൽ ഇത്തവണയും 3 മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും പ്രചാരണം സജീവമായി തുടരുകയാണ്. പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന വടകരയിൽ ലോക്സഭാ അംഗത്തിൽ ആര് ജയിക്കുമെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.